എടാ കൃഷ്ണൻകുട്ടി, നിന്നെ പോലെ സ്നേഹമുള്ള ഒരുത്തനെ ഈ കടാപ്പുറത്ത് കാണുകയല്ലേ കേട്ടോ. പൊന്നോണ എടാ, നിന്നെ വെച്ചാ മാർക്കോസ് മുതലെടുക്കണ കാണുമ്പോ എന്റെ ചങ്കാണ് കേട്ടാ തകരണത്. ഒരു കൊച്ചു വെള്ളം വലേണ്ടെന്നും വിചാരിച്ചിട്ട് അവനാരാണ് ഈ കടാപ്പുറത്തെ കാളമാൻ ചക്രവർത്തിയാ. ഒന്ന് പതുക്കെ പറലാച്ചറിയാട്ടാ, ആരെങ്കിലും കേട്ടാ നാറ്റ കേസാണ്. നമ്മടെ കിണ്ടി എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും. ഈ കടാപ്പുറത്ത് എനിക്കാരെയും പേടിച്ച് ജീവിക്കണ്ട. ഈ ലാസവന്റെ കപ്പനെ കണ്ട് വളർന്നവനാണ്. കണ്ടാൽ വെട്ടുവഴിന്നേ കേൾക്കാൻ തുടങ്ങിയതാണല്ലോ കൂവിച്ച. വേദപ്രസംഗം നിർത്തി വേണേലും ഒന്ന് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. നിനക്കെന്നെ കിടത്താനാണല്ലോ തിടുക്കം. കൊച്ചു പിള്ളേരെ കാണുമ്പോ നിന്റെ ഒരു ഇളക്കമുണ്ടല്ല, അതിന്റെ സുനാപ്പിക്കേഷൻ എന്താണെന്ന് എനിക്കറിയാമടി. ഈ കൊച്ചനെവിടെ നിക്കണേ, അല്ലേലും ഞാൻ വല്ലതും പറഞ്ഞാനേ. നീ എന്ത് പറയുന്നതല്ല. ഒന്ന് പിടിച്ചാട്ടാ ചാച്ചി, ഈ ചരക്കിനെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കടത്താം. പിടിച്ചാ അങ്ങനെ. കൃഷ്ണൻകുട്ടി, ഇതെന്താണ് വല്ലാത്തൊരു നോട്ടം? ചേച്ചിയെ കണ്ട ആരാണ് നോക്കാത്തത്? അതിനുള്ള പ്രായം നിനക്ക് ആയില്ലല്ലാടാ കുട്ടാ. നിക്കട്ടാ പോട്ടാ. പൊന്നുമോ, നേരത്തെ വീട്ടിൽ പോയി ചട്ടിക്കെണ്ണം കൊടുക്കാൻ നോക്ക്. എനിക്ക് പോകാൻ തോന്നണില്ല, ചേച്ചിയെ കൊണ്ട് പറക്കാനാണ് തോന്നണത്. പറന്നാലും കൊള്ളാം, പറന്നില്ലേലും കൊള്ളാം. ഞാൻ കാലത്ത് എഴുന്നേക്കുമ്പോ എനിക്ക് കഞ്ഞി കിട്ടണം. ലാസറേട്ട് ഉറങ്ങിയില്ലായിരുന്ന അപ്പ പിന്നാട്ടല്ലേ. എടി പെണ്ണെ, നിന്റെ ആങ്ങളയുടെ കെട്ടിയെടുക്കൊക്കെ കഴിഞ്ഞാടി? പിന്നെ എത്ര നേരായിട്ട് ഇവിടെ കാത്തിരിക്കണ്. ചേട്ടൻ എന്താണ് ഇത്രയും താമസിച്ചത്? ഓ, അതൊന്നും പറയണ്ട. അമ്മച്ചി ഇന്നലെ ഇമ്മിണി പൂസിലായിരുന്നു, ഉറങ്ങാൻ വിടണ്ടേ. ഓരോരോ വർത്താനങ്ങൾ പറഞ്ഞു വന്നപ്പോ കിടക്കാൻ ഇമ്മിണി വൈകി. നമ്മുടെ കാര്യമല്ല കേട്ടാ. ഓ, അമ്മച്ചി എന്തിനാണ് കുറ്റം പറയണത്? ഇപ്പറയണ ആളും ഇന്നലെ നല്ല കോലത്തിലായിരുന്നല്ല. നീ കണ്ട? പിന്നെ കാണാണ്ടാണ്. അത് നടുക്കടലിൽ കിടന്നുള്ള പണിയല്ലേടി പെണ്ണെ. അത് കഴിഞ്ഞു വരുമ്പം ഇത്തിരി സന്തോഷമൊക്കെ ഇല്ല, പിന്നെ ജീവിതത്തിൽ എന്താണ് ഒരു അർത്ഥം? കടലിപ്പോക്കും കള്ളുകൂടിയും മാത്രമാണ് ജീവിതത്തിന്റെ അർത്ഥം. ഇവളെന്താണ് കൊച്ചുവെളുപ്പാൻ കാലത്ത് നിന്നാടൊരു പദം പറച്ചില്? ഓ, നിന്റെ പെങ്ങൾക്ക് വലിയൊരു പരാതി. ഔവ്വ ഉവ്വ, ഞാനും കേട്ടതാണ്. ആങ്ങളെ കുടിച്ച് കള്ള് പാട്ടണേലും അവക്ക് ഒരു വിഷമവുമില്ല, നിന്റെ കൂമ്പ് പാടണില്ലാണ്. മതി മതി, വാ വാ. ചാകരയാണ്, എന്നിട്ട് മല കണ്ട പൊടിമീൻ പോലുമില്ല. ഒന്നും കൂടെ ഇറക്കി നോക്കടാ. എന്നാ ഇറക്കി നോക്ക്. നിങ്ങളൊക്കെ എവിടെയാണ്? മാതപ്പനി ഒന്ന് കിടപ്പായ. പോയി എന്താണ് തങ്കച്ച, നേരത്തെ കാലത്ത് കര പിടിക്കാൻ നോക്കണ. അല്ലാണ്ട് പിന്നെ ഈ എരിപൊരി വെയിലത്ത് കിടന്ന് മലക്കം പറഞ്ഞിട്ട് എന്ത് കഥന കിട്ടാനാണ്? അത് കണ്ട കടലിന്റെ അകത്തുള്ള പുല്ലും പായലും കൂടി നക്കി തിന്നാൻ നടക്കാണ് നാറികള്. ഇത് അഹമ്മതിയാണ് കേട്ടാ. ഇന്നലെയും ചങ്കിന് കുത്തിപ്പിടിച്ച് പറഞ്ഞാണ് ഇനി ചുറ്റുവട്ടത്ത് എന്താ ചുട്ട് കളയുമെന്ന്. അവന്മാർക്കൊക്കെ 10-22 ഉള്ളിലാട്ട് പോയി വലയിടാനല്ലേ നിയമമുള്ളൂ. ഇന്നലെ മേല് നോയിക്കാതെ വിട്ടത് മണ്ടത്രമായി കേട്ടാ. കുഞ്ചിക്കിട്ട് കാല് കൊടുത്താ പിന്നെ അമ്പറപ്പിന് നിൽക്കൂല. വഞ്ചിയോട് മാർക്കോസേ, നീ പറഞ്ഞണ്ട. ഞാനില്ല, അവന്മാരോട് കശപിശിക്കൊന്നും പോകണ്ട കേട്ടാ. എറിഞ്ഞാ പിന്നെ നിമ്മ കര കാണൂല. നെറുകേട് കണ്ടാ ചോദ്യവും പറച്ചിലൊക്കെ ആണുങ്ങൾക്ക് ചേർന്നതാണ്. നിന്നെപ്പോലെ നെഞ്ചുറപ്പില്ലാത്ത രണ്ടും കെട്ടന്മാരാ അവന്മാർക്ക് വളം വെച്ചു കൊടുക്കണത്. വഞ്ചി വിടടാ. എന്നാ പിന്നെ ഞാനും വരണേണ്. മര്യാദക്ക് തിരിച്ചു പോണ്ട. അധികം വെള്ളത്തിലെടുത്താൽ നിന്നെ നിന്റെ ബോട്ടും ഞങ്ങൾ കടലിൽ കെട്ടിത്താക്കും. ഓ പിന്നെ കുളുത്തും. കടലിൽ നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ്. ലക്ഷങ്ങൾ മുടക്കി ബോട്ടിറക്കാന്നുണ്ടെങ്കിലേ അത് മുതലാക്കാനും ഞങ്ങൾക്ക് അറിയാൻ കേട്ടാ. അതിനൊക്കെ നേരം കാലം സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ അപ്പ പിടിച്ചാ മതി. പോണാവില്ലേ? അപ്പൊ നീ മാറ്റോണ്ടാ പോവല്ലടാ. പൊട്ടിയിടാവന്.
വഞ്ചിക്കാരുടെ കൈയുടെ കരുത്തിപ്പോ മനസ്സിലായടാ വന്നി ചെന്ന് പറഞ്ഞേക്കുന്നില്ല മുതലാളിയോട്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നേ? പോക്കിരുത്തരല്ലേ അവന്മാർ കാണിച്ചത്. ഇനി മിണുങ്ങസ്യാന്ന് പറഞ്ഞിരുന്നാലുണ്ടല്ലോ അത് അവന്മാർക്ക് വളമാവും. ഈ വള്ളക്കാരുടെ അഹമ്മതി ഇപ്പൊ തന്നെ അവസാനിപ്പിക്കണം. അങ്ങനെ വാശി പിടിച്ച് വഞ്ചിക്കാരുമായി ഏറ്റുമുട്ടിയാലുണ്ടല്ലോ നമുക്കും ഉണ്ടാവും നഷ്ടം. എന്താ ഈ പറയുന്നത്? ലക്ഷക്കണക്കിന് രൂപ മുടക്കി ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കരയിൽ വെച്ച് മീൻ പിടിക്കാനല്ല. പുറംകടലിലാണെങ്കിൽ ട്രോളിംഗുകാര്, തീരത്താണെങ്കിൽ വള്ളക്കാര്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഫിഷറീസ് ഓഫീസറെ ഒന്ന് കണ്ടാലോ? എന്തിനാ? അയാളുടെ കസേരയുടെ വലിപ്പം കാണാനോ? ഇവന്മാരൊക്കെ വള്ളക്കാരുടെ ഭാഗത്തെ നിൽക്കൂ. നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങണം. 10-30 ബോട്ടുള്ള മുതലാളിക്ക് 1-2 പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിലേ ഒരു ബോട്ട് മാത്രമുള്ള എന്റെ സ്ഥിതി ആലോചിക്കുമ്പോഴാ. കൊച്ചൗസത്തെ, 2 കൊല്ലം മുമ്പ് വരെ നീയും വള്ളക്കാരനായിരുന്നല്ലോ. അപ്പൊ നീ ഇതേ പറയുള്ളൂ എനിക്കറിയാം. നമുക്ക് സർക്കിളിനെ ഒന്ന് കണ്ടു കളയാം. സർക്കിളിനെ സ്ക്വയറിനെയും കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ തെക്കോട്ടൊന്ന് വിളിച്ച് പറഞ്ഞാ മതി. വകുപ്പ് മന്ത്രി വരെ വേണേ ഇവിടെ എത്തും. അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഉമ്മാരെ ഒതുക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. 55, 60, 60, 65, 65 വിളക്കണ കേളാ. മാർക്കോസ് എവിടെ? എനിക്കറിയാൻ പാടില്ല. നിനക്കറിയില്ലല്ലേ? പറയടാ, മാർക്കോസ് എവിടെ? എനിക്കറിയില്ല. പാട്ടി കാഴുവറ മോനെ. ഓനും കൂട്ടരും എവിടെ പോയേന്? പുറംകടലില്ല. ആ